സ്വാഗതം. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാർക്ക് ഉപകരിക്കുന്ന ഒരു മലയാളം പ്രസംഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസംഗം കേൾക്കാം. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നവംബർ 1. കേരളമെന്ന കേരത്തിൻ്റെ നാട് രൂപീകരിച്ചിട്ട് ഇന്ന് 64 വർഷം തികയുന്നു. ഓരോ വർഷവും വളരെ വർണ്ണാഭമായി നാം ആഘോഷിക്കുന്ന നമ്മുടെ സംസ്ഥാന പിറവി ദിനം പക്ഷേ ഈ വർഷം നമുക്ക് ആഘോഷിക്കാനുള്ള സമയമല്ല. ഇന്ന് നമ്മുടെ കൊച്ചു സംസ്ഥാനവും COVID-19 എന്ന മഹാമാരിയുടെ വ്യാപന ഭീതിയിലാണ്. എന്നാണ് നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായത്? എന്തായിരുന്നു അതിൻ്റെ സാഹചര്യങ്ങൾ എന്ന് കൂട്ടുകാർക്കറിയാമോ? 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമായി തന്നെ തുടർന്നിരുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയിലേക്കും എത്തിച്ചത്. ജസ്റ്റിസ് ഫസൽ അലിയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ തലവൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശങ്ങൾ, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 ഇന്നത്തെ കേരളം രൂപീകൃതമായി. രൂപീകരണ സമയത്ത് വെറും 5 ജില്ലകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 14 ജില്ലകൾ ഉണ്ട്. തിരുവനന്തപുരം ആണ് നമ്മുടെ ആസ്ഥാനം. ഐക്യ കേരളം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജനകീയ പ്രസ്ഥാനം കേരള സംസ്ഥാന രൂപീകരണ നീക്കങ്ങൾക്ക് ഊർജം പകർന്നു. പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നാണ് ഐതിഹ്യം. തെങ്ങുകൾ ധാരാളം ഉണ്ടായതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചത് എന്ന് മറ്റൊരു ഭാഷ്യം. ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ ഐക്യത്തോടെ കഴിയുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് കേരളത്തിൽ ഉണ്ടെന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കേരളത്തിലുണ്ടായ സാംസ്കാരികവും മതപരവുമായ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സമൂഹമായി നമ്മെ മാറ്റിയെടുത്തത്. ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി തുടങ്ങി ഒരുപാട് നവോത്ഥാന നായകർ ഈ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകി. എന്തായാലും രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു പ്രദേശം ഇന്ന് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ, ആരോഗ്യ രംഗങ്ങളിലെല്ലാം നമ്മൾ വളരെ മുന്നിലാണ്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ മുഖ്യ ആകർഷണമാവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ കുടുംബശ്രീ സംവിധാനം ലോകത്തിന് തന്നെ മാതൃകയാണ്. വ്യത്യസ്ത മത, രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളം ഒത്തൊരുമിച്ച് നിൽക്കുന്നത് ലോക സമൂഹം തന്നെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. 2018 നിപ്പ വൈറസ് വ്യാപനം, 2018-2019 വർഷങ്ങളിലെ പ്രളയ ദുരിതങ്ങൾ, ഇതാ ഇപ്പോൾ 2020 നമ്മെയും ലോകസമൂഹത്തെയും മുഴുവൻ ബാധിച്ച COVID-19 എന്ന മഹാമാരി എല്ലാം കേരള ജനത ഒറ്റക്കെട്ടായി നേരിടുന്നത് എല്ലാവരും നോക്കി നിന്നു. എന്നാൽ മറ്റൊരു വശം നാം കാണാതെ പോകരുത്. തൊഴിലില്ലായ്മ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കൃഷിയോടുള്ള വിമുഖത, അഴിമതിക്കഥകൾ എന്നിങ്ങനെ പലതും നമ്മുടെ നേട്ടങ്ങളുടെ നിറം കെടുത്തുന്നതാണ്. നമ്മുടെ തൊഴിൽ സംസ്കാരവും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ, ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമ്മുടെ ഒത്തൊരുമ മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ നാടാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. മലയാള ഭാഷാ ദിനമായി നാം ആചരിക്കുന്നതും നവംബർ 1 തന്നെയാണ്. മലയാളം നമ്മുടെ ഭാഷയാണ്. കേരളത്തിലെ സമ്പത്തിൽ നമ്മൾ അഭിമാനിക്കണം. മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും നാം ആദരിക്കണം. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ കഴിവുകൾ നാം വിനിയോഗിക്കണം എന്ന് എന്നോടും എൻ്റെ പ്രിയ കൂട്ടുകാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.